പണക്കാരന്റെയും പാവപ്പെട്ടന്റെയും വ്യത്യാസം അവ വളർത്തുന്ന നായകളിൽ കണ്ടുവരുന്നു. പാവപ്പെട്ടന്റെ വീട്ടിലെ നായ ഇനി അഹങ്കാരിയായ പണക്കാരന്റെ വീട്ടിലെ നായ പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു പണക്കാരന്റെ വീട്ടിലെ നായായിരുന്നെങ്കിലോ? നായകളെ പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും തരംതിരിക്കുന്നത് എങ്ങനെയാണ്? മിമിക്രിക്കാരിൽ നിന്ന് ഉത്തരം കിട്ടാത്തതിനാൽ ഞങ്ങൾ ഒരു മൃഗസ്നേഹിയോട് അന്വേഷിച്ചു. ചില മിമിക്രിക്കാർ ഈ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരുടെ നായി, പണക്കാരുടെ വീട്ടിലെ നായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുരക്കുന്ന ടി വിയിൽ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് പണക്കാരുടെ വീട്ടിലെ നായി എന്ന് പറഞ്ഞാൽ അവർ കുരക്കുന്നത് ഏകദേശം നമ്മളെ ജർമ്മൻ ഷെപ്പേർഡ് ആ മോഡലിലാണ് കുരക്കുന്നത്. പാവപ്പെട്ട വീട്ടിലെ നായി എന്ന് പറയുമ്പോൾ അവർ നാടൻ നായിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, നാടൻ നായ്ക്കളിൽ പണക്കാരനില്ലെന്നാണ് മിമിക്രിക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവ കുരയ്ക്കുമ്പോൾ ശൗര്യം കുറയും. മറ്റവൻ വിദേശി, പണക്കാരൻ ശൗര്യം കൂടും. ബാസാന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബാസായിട്ട് അന്നേരം ഒരു കുലുങ്ങുന്ന മാതിരി തോന്നും. ഞങ്ങൾ തൃപ്തരായിരുന്നില്ല. അഖില കേരള നായ സമാജം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ടോമിയെ നേരിൽ ചെന്ന് കണ്ടു. കണ്ണൂർ പയ്യാമ്പലത്തുള്ള സ്വവസതിയിലെ കൂട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. സംഗതി ചോദിച്ചപ്പോൾ തനിക്കൊന്നും പ്രതികരിക്കാനില്ലെന്ന മട്ടിൽ ടോമി മുഖം തിരിച്ചു. നാടൻ നായ്ക്കളെ ശൗര്യം കുറഞ്ഞവരായി കാണുന്നതിലുള്ള നീരസം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ചോദ്യം ആവർത്തിച്ചപ്പോൾ ശ്രീ ടോമി പൊട്ടിത്തെറിച്ചു. നാടൻ നായയുടെ ശൗര്യം ശരിക്കും ബോധ്യപ്പെട്ടു. പിന്നെ അവിടെ നിന്നില്ല. ക്യാമറമാൻ പ്രതീഷിനൊപ്പം EV ഉണ്ണികൃഷ്ണൻ സ്ഥലം കാലിയാക്കി.